ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഡീക്കൻ ജസ്റ്റിൻ ഇളമ്പളശ്ശേരി. ഞാൻ വടക്കമ്പളനാട് സെൻറ്റ് ഗ്രിഗോറിയോസ് കേസറിയ പള്ളിയുടെ ഭാഗമാണ്. എൻ്റെ പൗരോഹിത്യം ഈ വരുന്ന മാസം 26-ാം തീയതി രാവിലെ 9:15 അഭേന്ത്യ തോമസ് തറയിൽ മെത്രാപ്പൊലീത്തയുടെ കൈവപ്പ് ശുശ്രൂഷയിലൂടെ ഞാൻ പൗരോഹിത്യം സ്വീകരിക്കുകയാണ്. തുടർന്ന് പ്രണവബലി അർപ്പിക്കുകയും ചെയ്യുന്നു. വളരെ ധന്യമായൊരു ദിവസമാണ് മുന്നോട്ട് കടന്നു വരുന്നത്. 12 വർഷത്തെ ഒരു പരിശീലനത്തിൻ്റെയും അതുപോലെ വലിയൊരു സ്വപ്നത്തിൻ്റെ ഒരു സാക്ഷാത്കാരമാണ് ഈ 26-ാം തീയതിയിൽ നടക്കാൻ പോകുന്നത്. ആ ധന്യ നിമിഷത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ സാന്നിധ്യവും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എൻ്റെ കൂടെ ഇപ്പോൾ ആയിരിക്കുന്നത് എൻ്റെ പപ്പായാണ്. പപ്പായുടെ പേര് മാത്യു വർഗീസ്, മമ്മിയുടെ പേര് ജയമോൾ മാത്യു. ഇവർ രണ്ടുപേരുമാണ് എൻ്റെ ദൈവവിളിയുടെ ഏറ്റവും വലിയൊരു പ്രോത്സാഹനം നൽകിയ 2 വ്യക്തികളെന്ന് പറയാം. ഈ ഒരു അവസരത്തിൽ നമുക്ക് എൻ്റെ മാതാപിതാക്കളോടും ചോദിക്കാം, എങ്ങനെയാണ് ഈ ഒരു ധന്യ നിമിഷത്തെ ഇവരെങ്ങനെയാണ് വരവേൽക്കുന്നത്? കുഞ്ഞുനാൾ മുതലേ ജസ്റ്റിൻ്റെ ആഗ്രഹമായിരുന്നു അച്ഛനാകുക എന്നുള്ളത്. അതിപ്പോൾ ഡിസംബർ മാസം 26-ാം തീയതി പൂർത്തിയാകാൻ പോവുകയാണ്. അതിൽ ഞങ്ങളെല്ലാവരും വളരെ സന്തോഷവരാണ്. അതിനായി ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിലെ മുതൽ പ്രാർത്ഥനയിലും ദേവാലയ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുകയും അതുപോലെ പ്രാർത്ഥനയും കാര്യങ്ങളുമൊക്കെ നടക്കുകയും കുഞ്ഞിലെ മുതലേ അവന് ഭയങ്കര ആഗ്രഹമായിരുന്നു അച്ഛനാകാൻ പോകണമെന്ന്. അതുപോലെ തന്നെ ഇത്രയും നാൾ വരെ അവൻ എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ അർപ്പിച്ച് മുന്നോട്ട് പോയി. പ്രാർത്ഥനയോടെ എല്ലാം ഇത്രയും വരെ എത്തിച്ചു. ഇനി ഡിസംബർ 26-ാം തീയതി അവൻ്റെ പുത്തൻ കുർബാനയാണ്. ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. പ്രാർത്ഥിക്കുകയും അതോടൊപ്പം ഇതുവരെ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുകയും ചെയ്യും. ഇനി ഇടവകയുടെയും അതുപോലെ തന്നെ വികാരിയച്ഛൻ്റെയൊക്കെ എങ്ങനെയാണ് അവരും ഈ ഒരു ദിവസം വരവേൽക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് നമുക്കും ശ്രമിക്കാം. ശംശായി സ്തുതിയായിരിക്കട്ടെ. ഈ വരുന്ന 26-ാം തീയതി രാവിലെ 9:15 മണിക്ക് കേസറിയ ഇടവകാംഗമായ ജസ്റ്റിൻ ഇളമ്പളശ്ശേരിൽ ഡീക്കൻ പുരോഹിതനായി അഭിഷിക്തനാവുകയാണ്. വെളിയനാട് കേസറിയ ഇടവകയിൽ നിന്നുള്ള 3ാമത്തെ വൈദികനാണ് ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് വേണ്ടി പൗരോഹിത്യം സ്വീകരിക്കാൻ പോകുന്നത്. നീണ്ട 6 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും വെളിയനാട് ഇടവകയിൽ വെച്ച് ഒരു പൗരോഹിത്യ ശുശ്രൂഷ നടക്കുന്നത്. ഈ അവസരത്തിൽ ഏറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഡീക്കൻ ജസ്റ്റിന് ഇടവകയുടേതായിട്ടുള്ള എല്ലാ പ്രാർത്ഥനാശംസകളും നേരുന്നു. വളരെ ഊർജ്ജസ്വലനും തീക്ഷ്ണതയുമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ജസ്റ്റിനെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, അടുത്തറിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി വളരെ സ്തുത്യർഹമായ രീതിയിൽ ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. ഒരിക്കൽ കൂടി ഡീക്കൻ ജസ്റ്റിന് ഇടവകയുടേതായിട്ടുള്ള എല്ലാ ആശംസകളും പ്രാർത്ഥനകളും സ്നേഹത്തോടെ നേരുന്നു.